എടുത്തോണ്ടോ ഞാൻ ഈ ലാഡർ എടുത്തോണ്ടോ ഉണ്ടായിരുന്നു. മമ്മി കുറെ നാൾക്ക് മുമ്പ് ഒരു മാവ് നട്ടിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴാണ് മാങ്ങ ഉണ്ടായത്. അതിൽ ഇതുവരെയായിട്ട് മാങ്ങ ഉണ്ടായില്ല. അപ്പൊ മാങ്ങ കുറച്ചെണ്ണം ഉണ്ടായി. അത് ഉപ്പിലിടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മാങ്ങ എടുക്കണം. അപ്പൊ നമ്മള് മാങ്ങ പറിക്കാൻ പോവാം. ഓക്കെ ബൈ. നമ്മള് പുറത്തെത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് മാവിന്റെ അവിടെ ചെന്നിട്ട് നമുക്ക് വെക്കണം. ഇവിടെയാണ് സംസ്ഥാനം. പിന്നെ ഈ ചെടിച്ചട്ടിയിലൊക്കെ ചില നിങ്ങൾക്ക് അവിടെ അഴുക്കുകളൊക്കെ കാണും, ചെളിയൊക്കെ കാണും. കാരണം ഇവിടെ കാണിച്ചെടുത്ത് ഇതുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് ഞാൻ ഇന്നലെ ക്ലീനിങ് ആയിരുന്നു. അതിൻ്റെയാണ് ഇവിടെയൊക്കെ. ഇനി ഒന്നും കൂടി ഇത് ക്ലീൻ ചെയ്യണം. അപ്പൊ നമുക്കിനി വാങ്ങാം. അപ്പൊ ഇതാണ് ഞങ്ങളെ മാവ്. അപ്പൊ ഞങ്ങളുടെ ഇവിടെ ഷീറ്റ് ഇട്ടപ്പോൾ നമ്മൾ അതിന്റെ അകത്തുകൂടിയാണ് എടുത്തത്. അപ്പൊ എന്താണ് ഇവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പൊ കുറെ നാൾക്ക് ശേഷമാണ് ഇവിടെ മാങ്ങയൊക്കെ ഇത്രയും കൊലയൊക്കെ ഉണ്ടായത്. നമ്മള് മാങ്ങ പറിക്കാൻ എടുത്ത് മമ്മി പറഞ്ഞ് മാങ്ങ വെറുതെ ഇട്ട അടിയിലൊക്കെ ടൈൽസ് ഉണ്ട്. അപ്പൊ നേരെ വീണത് പൊട്ടും. അതപ്പോ എൻ്റെ മനസ്സിൽ വന്നൊരു ഐഡിയ ആണ്. നമ്മൾ പറിക്കത്ത് അടിയിൽ ഇവിടെ ഒരു ചെടിച്ചട്ടി ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. നേരെ പറിക്കത്ത് ഇതിൻ്റെ അകത്ത് വീഴും. കിട്ടി പോയാൽ പോയി. നമ്മള് സാധനം കിട്ടി. അയ്യോ പക്ഷെ എന്റെ പശയായിപ്പോയി. കിട്ടിയില്ല ഗൈസ്. അപ്പൊ നമ്മുടെ സെക്കൻഡ് ട്രൈ ഒന്ന് വാളിപ്പോയായിരുന്നു. അപ്പൊ ഇനി തേർഡ് ട്രൈയെങ്കിലും ഒന്ന് വഴിയൊക്കെ കിട്ടണം. ഫസ്റ്റ് ട്രൈയിൽ കിട്ടി. ഇവിടെ കുറെ വണ്ടികളുടെ ഒക്കെ സൗണ്ട് ഉണ്ടാവും. കാരണം ഞങ്ങൾ മൈക്കൊന്നും ഇല്ല ഇവിടെ. അപ്പൊ അതിന്റെ വോയിസ് പുറത്തുനിന്ന് തന്നെ വോയിസ് കട്ട് ചെയ്യാനുള്ള മൈക്കൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അപ്പൊ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ആണെങ്കിൽ സോറി ഗൈസ്. അപ്പൊ മാങ്ങ മുറിക്കണം. അതമ്മ പിന്നെ നമ്മളിത് ഇച്ചിരി താഴ്ത്തി വെച്ചാൽ ആദ്യം ഇവിടെ ആയിരുന്നു. കാരണം ഇത് ഇവിടെ ഉള്ളത് കൊണ്ട് ഇവിടെ ഇതിൻ്റെ അകത്തോട്ട് വന്ന നമുക്ക് കാണാനില്ലായിരുന്നു. അപ്പൊ നമ്മൾ ഇച്ചിരി താഴ്ത്തിയിട്ടുണ്ട്. കിട്ടി. അപ്പൊ ഇതിൻ്റെ അകത്ത് ചിലപ്പോ ഇതുണ്ടാവും. എന്ത് പശ ഉണ്ടാവും. ഞാനിപ്പോ പ്രോയായി. കണ്ട രണ്ടാമത്തെ ട്രൈ എന്താ കണ്ട. പ്രോ കണ്ടാ എത്രാമത്തെ ട്രൈയാ. സിമ്പിൾ. ഇനി ഇത് വരയ്ക്കാല്ലേ. എന്തെങ്കിലും വീഡിയോ മതി. ഓ ഗൈസ് ക്രാഷ് ലാൻഡ് ആയിപ്പോയി. ഇപ്പൊ തോട്ടിക്ക് ഇച്ചിരി നീളം കുറവാണ്. അപ്പൊ നീളത്തിന് വേണ്ടി നമ്മള് ഇച്ചിരി കൂടെ നീളമുള്ളൊരു കമ്പെടുത്തിട്ട് നമ്മൾ അടിക്കുന്നുണ്ട്.
അപ്പൊ ഇതിന് രണ്ട് പ്രശ്നമുണ്ട്. ഒന്നാമത്തെ എനിക്ക് മേളിൽ കൂടി വെയിലുള്ളതാണ്, എനിക്ക് മേലോട്ട് ഇങ്ങനെയാവും, അപ്പൊ കാണാൻ പറ്റത്തില്ല. പിന്നെ ഈ അവിടെ നമ്മുടെ ചെടിച്ചട്ടി വെച്ചേക്കണോണ്ട് അവന്റെ ഹോളിൽ കൂടി കാണുള്ളൂ, കറക്റ്റ് ആയിട്ടൊന്നും കാണാൻ പറ്റണില്ല. കിട്ടുവോ ഇല്ലയോ? എത്ര എണ്ണം നിങ്ങൾ ഗസ് ചെയ്യ്, കമന്റ് ചെയ്യണം. ഇപ്പൊ തന്നെ കമന്റ് ചെയ്യ്. 1 2 3. അപ്പൊ കുറെ മാങ്ങ എനിക്ക് കിട്ടി. ഇതാണ് നമ്മുടെ വീട്. സാധനങ്ങൾ കൊറേ നല്ല ഉണ്ട്, കൊറേ എന്താണ് എല്ലാം നല്ലതാണ്. നമ്മള് മാവിന്ന് എടുത്ത മാങ്ങ അതെ 10-15 ദിവസം നമ്മള് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. മമ്മി ഇപ്പൊ എണ്ണയൊക്കെ ചാലിച്ച് നമ്മളെ സവാളയൊക്കെ അരച്ച് ചാലിച്ച് എനിക്ക് വേണ്ടി സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാനുണ്ടെന്നാണ് മമ്മി പറഞ്ഞത്. അപ്പം അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ബൈ. ഉപ്പിലിട്ട 2 മാങ്ങയാണ് ഇപ്പോൾ ഇന്ന് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടത് കാര്യങ്ങളൊക്കെ കുറച്ച് ഒരു 10 അല്ലിയോളം ഉള്ളി, 2 പച്ചമുളക്, കുറച്ച് ഉപ്പുപൊടി, മുളക് പൊടി, ഇനി വെളിച്ചെണ്ണയും കൂടി വേണം. അത് കുറച്ച് ഇങ്ങനെ ഒഴിച്ച് വെക്കുക. അതിനുശേഷം ഈ ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ഈ കൂട്ടിലേക്ക് ഇടുക. ഇത് ലോഡ്സിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഉള്ളിയെല്ലാം അരിഞ്ഞു, ഇനി പച്ചമുളകും കൂടി അരിഞ്ഞ് ചേർക്കുക അതിൽ. ഇനി അതിൽ കൊടുത്ത് ഈ മാങ്ങ ഒന്ന് ചെറുതായിട്ട് പുളിപ്പുളി ഇടുക. ആദ്യം ഇത്തിരി വലിയ പൂളായിട്ട് വീഴുമെങ്കിലും ലാസ്റ്റ് ഒന്ന് ചാലിക്കാൻ നേരത്ത് റെഡി ആയിക്കോളും. അടുത്ത കൂടി എടുത്ത് പെട്ടെന്ന് അരിഞ്ഞ് ഇട്ടിട്ട് ലാസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് സെറ്റാക്കണം. ഇത് ലോഡ്സിനും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. മാങ്ങ പറിച്ചപ്പത്തോട്ട് പറയണതാണ് ഇതൊന്ന് റെഡിയാക്കി ഉപ്പിലിട്ടൊന്ന് റെഡിയാക്കി തന്നെ വന്നു. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ചെയ്യണത്. അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. എന്നാലും അവനൊന്ന് ചെയ്ത് കൊടുത്തപ്പോൾ ഒന്ന് എടുത്തേക്കാമെന്നോർത്ത് അങ്ങനെ എടുത്തതാണ്. ഇത് എടുക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വായിലും ഇത്തിരി വെള്ളം ഓടും, എത്ര കണ്ടതാണെങ്കിലും. വലിയ പരിപാടിയൊന്നുമില്ല, എന്നാലും ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതെന്റെ മോനെ സീനി. എന്തൊക്കെയാണ് ചേർത്തേക്കണത്? അത് പച്ചമുളക്, ഉള്ളി, മുളക് പൊടി, വെളിച്ചെണ്ണ, ഉപ്പുപൊടി. ഓ കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്നു. ഇതാണ് സാധനം. നീ പറഞ്ഞത് ഏതായാലും റെഡിയാക്കിയിട്ടുണ്ട്. വേഗം വന്ന് കഴിച്ചോ. ശരി. വേറെ കറിയുടെ കൊടുത്ത് ഇത് ഒരു സൈഡ് ഡിഷായിട്ട് എടുത്താൽ മതി. ഇതൊന്നും എടുത്ത് നാക്കിൽ വെച്ച് നോക്കണ്ടേ? സൂപ്പറല്ലേ? അല്ലെങ്കിൽ 2 പാത്രം ചോറ് അടിച്ചത് സെറ്റ് സാധനം. അപ്പൊ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മാങ്ങ നമ്മുടെ വീട്ടിലുണ്ടായത്, ഇവിടെ ഇരിക്കുന്ന കോവയ്ക്ക നമ്മുടെ വീട്ടിലുണ്ടായത്, അരി മാത്രം നമ്മുടെ അല്ല, അത് പുറത്തുനിന്ന് മേടിച്ചത്. അപ്പൊ ഈ ഉപ്പിലിട്ട് നല്ല വെളിച്ചെണ്ണയിലേക്ക് ഇങ്ങനെ ചാലിച്ച് ഈ സവാള ഇങ്ങനെ എടുത്തിട്ട് ഇത്തിരി കോവയ്ക്കയും കൂടി ഇങ്ങനെ വെച്ചിട്ട് എല്ലാടി കാണാം. പക്ഷെ നിങ്ങളിത് കഴിച്ചു നോക്കേണ്ട സാധനമാണ്. ടേസ്റ്റ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ട്രൈ ചെയ്യണം.
ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.